ഇതിപ്പോ ലൈറ്റ് ഒക്കെ ഇട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് ആദ്യം തന്നെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സാധനം തരും, പക്ഷെ ലാസ്റ്റ് അതെല്ലാം വലിച്ചെറിഞ്ഞ് കളയോടാ. കാരണം നമ്മളും ആ രണ്ട് പിള്ളേരും മാത്രമേ അവിടെ ഉണ്ടാവത്തുള്ളൂ കേട്ടോ. ഈ ഒരു രൂപത്തിൽ എവിടെ പോവാണ് എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? ഈ ഒരു രൂപം എന്ന് പറയാനായിട്ട് കമ്മലും മാലയും എല്ലാം അടിച്ചിട്ട് പോവാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ ഇതിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. തൃപ്പൂണിത്തറ നാഗാർജുനയുടെ മറ്റേ സ്ത്രീ ആരോഗ്യം എന്ന് പറഞ്ഞിട്ട്, അവർക്ക് പുരുഷാരോഗ്യം എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അത് എടുത്തു പറയാൻ കാരണം അവിടെ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. സ്ത്രീകൾക്ക് സ്ത്രീകൾ തന്നെയാണ് ഈ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ഡോക്ടേഴ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ആ പറമ്പിൽ പോലും ഒരു പുരുഷനെ ഞാൻ കണ്ടിട്ടില്ല. അതായത് കൂടെ വരുന്ന ഇപ്പൊ സ്ത്രീകളെ കൊണ്ട് വരുന്ന പുരുഷന്മാരല്ലാതെ അവിടുത്തെ ജോലിക്കാരെ വരെ അങ്ങനെ അധികം പേരെ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത് അത്രയും സേഫ് ആണെന്നുള്ളതാണ്. പിന്നെ ഇത് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് 2-3 തരത്തിൽ നമുക്ക് ആയുർവേദം ചെയ്യാം. ഈ 2-3 തരത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒന്ന്, സാധാരണ നമുക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ ഒരു 30+ കഴിയുമ്പോ തന്നെ, ഇപ്പൊ കൊച്ചു പിള്ളേർക്ക് വരെ ഉണ്ട് കേട്ടോ, അവരുടെ ഈ ഫോൺ ഉപയോഗവും ലാപ്ടോപ്പ് ഉപയോഗവും കാരണം തന്നെ ഇത് അവർക്കും ഈ പറഞ്ഞ വേദനകളൊക്കെ ഉണ്ട്. അതായത് നമുക്കിങ്ങനെ കുറെ നേരം ഇരുന്നിട്ട് എണീക്കുമ്പോ ഒരു കാലിലൊരു വേദന, അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ മൊത്തത്തില് പെടലിയുടെ അവിടെയും കയ്യൊക്കെ ഒരുമാതിരി വേദന. പക്ഷെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടാകത്തില്ല. എനിക്ക് പ്രത്യേകിച്ച് കാരണങ്ങൾ ഇല്ലാത്തൊരു കാറ്റഗറി അല്ല. 1-2 കാര്യങ്ങൾക്ക് കാരണങ്ങളുണ്ട്. ഒന്ന്, എനിക്ക് ബാക്കില് മസിലിന് മുമ്പ് ചതവ് കിട്ടിയിട്ടുണ്ട്. അതൊന്ന്. അതുകൊണ്ട് തന്നെ 2 കൈ വെച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വരുമ്പോ തന്നെ ഇവിടെ തന്നെ നീരിറങ്ങാൻ തുടങ്ങും. സോ കൈ ഭയങ്കര വേദനയാണ്, ഇവിടെ നീര് വന്ന് വീഴും. അതുകൂടാതെ നടുവേദന ഉണ്ട്. സ്വാഭാവികമായിട്ട് സിസേറിയന്റെ ഭാഗമായിട്ട് 2ാമത്തെ സിസേറിയന് ഭയങ്കരമായിട്ട് റെസ്റ്റ് ഒന്നും ചെയ്യാത്തതിന്റെ ആ ഒരു നടുവേദന ഇടക്ക് വരത്തുള്ളൂ, വലിയ കൂടുതലായിട്ടില്ല. ഇപ്പൊ ലൈവൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കിടന്ന് തിരിഞ്ഞു മറിയുന്നൊക്കെ കാണാറുണ്ട് പലരും. അത്. 2ാമത്തത് കാലിന്റെ മൊത്തം ഡാമേജാണ് മൊത്തം. അപ്പൊ കാലിന്റെ ഉപ്പൂറ്റിയുടെ അടിയിൽ ഭയങ്കര വേദനയായിരുന്നു. അതായത് പണ്ടത്തെ വാദം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, പക്ഷെ ഇപ്പൊ ന്യൂജൻ പല പല പേരുകളുണ്ട്. പണ്ടത്തെ അമ്മമാർക്ക് അതൊന്നും മൈൻഡ് ചെയ്യാതെ അവരെല്ലാ സ്ഥലത്തും പണിക്കൊക്കെ പോകുമായിരുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ മൈൻഡ് ചെയ്യാത്ത ആളായിരുന്നു. പക്ഷെ അങ്ങോട്ട് കയറി ഫുൾ ലെഗ് പെയിനായി. അതായത് കാല് ഫുള്ള് വേദനയാണ്. കാലിന്റെ അടി മാത്രമല്ല, കാലിന്റെ അടിയുടെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽസ്യം ഫോം ചെയ്തിട്ടുണ്ട്. അതാണ് കാലിന്റെ അടിയുടെ വേദന കാര്യം. കാരണം മര്യാദക്ക് ഇങ്ങനെ കുത്തി നടക്കാൻ പറ്റാത്തോണ്ടായിരിക്കണം ഫുൾ ലെഗ് നല്ല വേദനയാണ്. അതായത് ഏകദേശം കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എനിക്ക് വേദന ഇല്ലാതെ ഉള്ളൂ. അപ്പൊ അങ്ങനെ രൂക്ഷമാവുന്ന സമയത്ത് ഞാൻ 5 ദിവസം അതായത് അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള പരിപാടികളില്ല. കട്ടറയാണ് കേട്ടോ. അഡ്മിറ്റ് ചെയ്തിട്ടുള്ള പരിപാടികളില്ല. ഏകദേശം ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂറോളം വരുന്നതാണ് ഈ ഒഴിച്ചിലും കിഴി. നമുക്ക് ഡോക്ടറെ കാണിക്കുമ്പോൾ തന്നെ ഡോക്ടർ അതിന്റെ ട്രീറ്റ്മെന്റ് സെറ്റ് ചെയ്യും. നമുക്ക് അടുത്തുള്ളവരാണെങ്കിൽ, ഇപ്പൊ എറണാകുളത്തെ കാര്യമാണ്, വേറെ എവിടെയെങ്കിലും ബ്രാഞ്ചസ് ഉണ്ടോന്ന് അറിയില്ല. അടുത്തുള്ളവരാണെങ്കിൽ മാക്സിമം ഈ ഒരു ട്രീറ്റ്മെന്റിന് 2000 മുതൽ 3000 രൂപ വരെയാണ് ആവാറുള്ളത് മാക്സിമം കേട്ടോ. അപ്പോ അതൊന്ന്. അപ്പൊ 4-5 ദിവസത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് മാറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഭയങ്കര വേദന അങ്ങോട്ട് കൂടും. ഈ ഒരു സാധനത്തിന് ഭയങ്കര വേദന കൂടും. പ്ലസ് 5 ദിവസം എനിക്ക് അങ്ങനെയാണ് കേട്ടോ. ഒരു 5 ദിവസം ഒഴിച്ചെടുക്കുമ്പോ തന്നെ മാറില്ല. പിന്നത്തെ ഒരു 5 ദിവസവും കൂടി കഴിയുമ്പോഴേക്കും ഇതങ്ങ് ഒരു 90% അങ്ങ് കുറയും. പിന്നെ 10% നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെയും നമ്മളുടെ കുത്തിയിരിപ്പിന്റെയും നമ്മളുടെ ഇതിന്റെയും കയ്യിലിരിപ്പിന്റെയും ഒക്കെയാണ്. ഡോക്ടർ പറയുന്ന പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ പത്തിയോ ഇത്തിയൊന്നും ഭയങ്കര ഇല്ലട്ടോ. ഭീകരം വറുത്തതും പൊരിച്ചതൊക്കെ ഒന്ന് ഒഴിവാക്കുക. കുറച്ചൊന്നും വയറിനൊക്കെ ഒരു റിലാക്സേഷൻ കൊടുക്കണം. ഷുഗർ കട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ക്ഷീണമൊക്കെ എന്റെ മുഖത്ത് ശരിക്കും ഉണ്ട്. പിന്നെ ഈ 4-5 ദിവസം നമുക്ക് കുറച്ച് മെഡിസിൻസ് തരും. എനിക്ക് കഷായമൊക്കെ കുടിക്കാൻ ഭയങ്കര മടിയാണ്, കയ്പായതുകൊണ്ട്. അപ്പൊ അത് ടാബ്ലറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് തരും. അപ്പൊ അതിന്റെ ഒപ്പം കുറെ വെള്ളവും കുടിക്കുമ്പോ മൂത്രം ഒഴിച്ച് ഭ്രാന്താവും. പക്ഷേ ഈ 4-5 ദിവസം കൊണ്ട് 4-5 കിലോ അങ്ങ് കുറയും. അതായത് നീരാണ് കൂടുതലും ബോഡിയിൽ. സ്ത്രീകൾക്ക് മിക്കവർക്കും അറിയാൻ പറ്റും. നമുക്ക് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ അങ്ങോട്ട് അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ മൊത്തത്തിലൊരു വെയിറ്റ് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ നീര് തിങ്ങിയ പോലത്തെ ഒരു അവസ്ഥ ഫീൽ ചെയ്യും. അപ്പൊ നീരാണ്. അപ്പൊ 4-5 കിലോ വെയിറ്റും അങ്ങ് കുറയും. നമ്മൾക്ക് ഈ ആദ്യത്തെ ഒരു ദിവസമൊക്കെ അവര് ലൂസ് മോഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, 1-2 വട്ടമൊക്കെ ലൂസായിട്ട് നമ്മളെ വയറ് ക്ലീൻ ചെയ്യണ പോലെ അങ്ങ് പോണ രീതിയിലുള്ള മെഡിസിൻസ് ഒക്കെ തരും. അത്രേ ഉള്ളൂ. അതായത് ഞാൻ ചിന്തിക്കണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു പാർലറിൽ പോയിട്ട് ഫുൾ സ്പാ എടുക്കുന്നവരൊക്കെ ഉണ്ട്, ബോഡി സ്പാ.
അതിനൊക്കെ ഒരു 2000 രൂപയെങ്കിലും ആവുമല്ലോ. അപ്പോ 2000 മുതൽ 3000 രൂപ ഇടക്ക് ഈ ട്രീറ്റ്മെന്റ് അല്ലാതെ വേറൊരു സംഭവം കൂടി ഉണ്ട്. അതായത് നമുക്കിപ്പോ നമ്മളുടെ ബോഡിയൊക്കെ ടാൻ അടിച്ച് എന്നാ ഭയങ്കര ടയേർഡായിട്ടിരിക്കുന്ന സമയം, ജോലി അത് ഇത് വീട്ടിലെ പണി എന്നാ പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും ഇല്ല, ഈ പറഞ്ഞ ചെറിയൊരു ബോഡി പെയിനും ഭയങ്കര ഇതുണ്ട്. ദയവ് ചെയ്ത് സ്ത്രീകൾക്ക്, പുരുഷന്മാരെ, കെട്ടിയവന്മാരെ, അപ്പന്മാരെ, നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയിരിക്കും ഇവിടെ ഒരു മസാജ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ മസാജിൽ തന്നെ കിഴി വേണ്ടവർക്ക് കിഴി കൊടുക്കും, കാരണം ഒരു ബോഡി പെയിൻ ആണ്. പക്ഷെ എനിക്ക് ഒറ്റ ദിവസത്തെ ഇത് മതി, മൊത്തത്തിലൊന്ന് റിലാക്സ് ആവാനാണ്. ഇപ്പൊ ടാനൊക്കെ ഉള്ളവരാണെങ്കിൽ സ്റ്റീം ബാത്ത് ഉണ്ട്, ഒരു പെട്ടിയിലിട്ട് പുഴുങ്ങാൻ വെക്കുന്നത്. ആ സ്റ്റീം ചെയ്തിട്ട് ഒരു സ്ക്രബും കൂടി വേണം എന്ന് പറയണെങ്കിൽ ഉണ്ടല്ലോ, നല്ല രീതിയിൽ ബോഡി നല്ല സോഫ്റ്റ് ആവും, ഗ്ലോ ആകും. അത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് വീട്ടില് നമ്മളെ വൃത്തിയിട്ട കുളി കൊണ്ട് പോണതൊന്നുമല്ല. ഒരു 3-4 മാസത്തോളം ഇത് ലാസ്റ്റ് ചെയ്യും. നമ്മളെ ബോഡി അങ്ങ് ഭയങ്കര ലൈറ്റ് ആവും, ടാനൊക്കെ അങ്ങാട് എല്ലാം അങ്ങ് കഴുകി വൃത്തിയാക്കി തീരണ പോലെയാണ്. അപ്പൊ ഇതിനും പറ്റും അവിടെ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഇത്രയും പറയണത് എന്തിനാണ്, പ്രൊമോഷനാണോ? പ്രൊമോഷൻ അല്ല. വേണമെങ്കിൽ ഞാൻ ഇതിന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വരുമ്പോൾ ആവശ്യമുള്ളവർക്ക് ഞാൻ ബില്ല് എത്രയായി എന്നുള്ളത് ഞാൻ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ അതിന്റെ അകത്ത് നമുക്ക് മറ്റുള്ള സ്ഥലത്തെ പോലെ അങ്ങനെ ചിലവരൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ തുണിയൊക്കെ മാറി അത്രയും വീഡിയോ ഒക്കെ എടുക്കണ കാണാം. പക്ഷെ അവിടുത്തെ നാഗാർജുനയിലെ ചേച്ചി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ എടുത്ത് പറഞ്ഞു, ആൾക്കാർക്ക് ഒന്നും, അതായത് ഫുള്ള് ബോഡിയെ കാര്യം ഞാൻ കാണിക്കുമെന്ന് വിചാരിച്ചിട്ടേ. അപ്പൊ കുറച്ച് ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചായിരുന്നു. ഈ പ്രാവശ്യം പറ്റുവാണ്, എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണാത്തവരുടെ വീഡിയോന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ വേണമെങ്കിലും കൂടി ചേർക്കാം. കാരണം എന്തൊക്കെയാണ് നിങ്ങൾ പേടിക്കണ്ട. ഒരു അരണ്ട വെളിച്ചത്ത് ഒരു എന്താ പറയാ, വിളക്കില്ലേടാ, പണ്ടത്തെ വിളക്കിന്റെ വെളിച്ചത്തില് 2 പിള്ളേരും നമ്മൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഫുള്ള് തുണിയില്ലാതെയാണ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് തലയിൽ മസാജ് ചെയ്യണ സമയത്ത് ജസ്റ്റ് ഇവിടം വരെ ഉള്ളൊരു ഡ്രസ്സ് ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ട്രീറ്റ്മെന്റ് തുടങ്ങുമ്പോൾ തുണിയൊന്നും ഉണ്ടാവില്ല. പേടിക്കണ്ട, ഒരു രീതിയിലും പേടി വേണ്ട, നല്ല സേഫ് ആണ്. ഒരു അരണ്ട വെളിച്ചത്തിൽ ഈ 2 പെൺകൊച്ചുങ്ങള് അത്രയും ആത്മാർത്ഥത്തോട് ചെയ്യോട്ടെ. ഞാൻ വിചാരിക്കും ആദ്യത്തെ പ്രഹസനമാണെന്നൊക്കെ വിചാരിക്കും, അപ്പൊ 2ാം ദിവസം ഒരു ഉഴപ്പുമായിരിക്കും എന്നൊക്കെ വിചാരിക്കോട്ടെ. പക്ഷെ ഇല്ല, ഞാൻ ഇത്രയും കടന്ന് വളവളാന്ന് പറഞ്ഞ് സംസാരിക്കുന്നത് എറണാകുളം ജില്ലയിൽ ഉണ്ടോ, ആരെങ്കിലും ഉണ്ടോ? ട്രീറ്റ്മെന്റ് ബേസ്ഡ് ആണെങ്കിൽ ട്രീറ്റ്മെന്റ് ബേസ് അല്ല. ഒന്ന് ഞാൻ ഭയങ്കര ടയർഡ്. എന്റെ ഭാര്യയാണെങ്കിലും രാവിലെ ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ വീട്ടിലെ പണിയെടുക്കുന്നു. ജോലിക്കാര് മാത്രമല്ല കേട്ടോ പണി, വീട്ടുപണിയും ഭയങ്കര പണിയുള്ള കാര്യം. വീട്ടുപണിയും അതും ഇതായിട്ട് അവളൊന്നും ശ്രദ്ധിക്കണില്ല. അവക്കൊരു ഇങ്ങനത്തെ ഒരു റിലാക്സേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞാൽ തല മുതൽ പാദം വരെ 2500 രൂപ 2000 രൂപ കണ്ട് ഈ ഒരു ഇതിന് വരുള്ളൂ തോന്നുന്നു. മാക്സിമം പോയാൽ 3000 തൊട്ടേ ഞാനീ പറയുന്നത്, മാക്സിമം പോയാല്. അപ്പൊ അത് നിങ്ങളുടെ ഭാര്യക്കോ അമ്മയ്ക്കോ ഒക്കെ വേണ്ടി കൊടുക്കണം. നമ്മളുടെ അമ്മയും ഭാര്യമാരൊക്കെ അയ്യോ എനിക്ക് അവിടെ വേണം എടുക്കണമെന്ന് തിരുമ്പി തന്നെന്നൊക്കെ പറയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൊടുക്കുക. അല്ല, ഏത് സമയവും ഇപ്പൊ വർക്കിംഗ് ആണ്, ഏത് സമയം തലയൊക്കെ കുനിച്ച് ഇവിടെ ഏത് സമയവും വേദനയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൊടുക്കുക. ബാക്കി അവിടുത്തെ ഞാൻ കുറച്ചൊന്ന് ആഡ് ചെയ്യാൻ ശ്രമിക്കാം എന്നേ പറയുന്നുള്ളൂ. എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കുക. കാരണം ഞാൻ ആ വീഡിയോയിലേക്ക് ആയിക്കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ട്രീറ്റ്മെന്റിൽ സമാധാനത്തോടെ കിടക്കാൻ പറ്റില്ല. എന്തിന്, ആ മുറ്റത്തേക്ക് കിടക്കുമ്പോൾ തന്നെ കിട്ടുന്നൊരു പീസ് ഉണ്ട്. അതുപോലെയാണ്. കാരണം നാഗാർജുനക്കാരുടെ തറവാട്ടിലാണ് ഈ ഒരു ട്രീറ്റ്മെന്റ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉള്ളൂ, ഡോക്ടർ ഉണ്ടാവും, സ്റ്റേ ഇല്ല കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ്. ബാക്കി ഞാൻ അവിടെ ചെന്നിട്ട് എടുക്കാം കേട്ടോ. ഉണ്ടല്ലോ ഈ നാഗാർജുന കാലടിയിലുണ്ട്, അവിടെ സ്റ്റേ ഉണ്ടെന്നാണ് കേട്ടോ എൻ്റെ ഒരു അറിവ്. അപ്പോൾ ഇവരുടെ നമ്പറും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടും. നാഗാർജുന സ്ത്രീ ആരോഗ്യ എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ ചെയ്താൽ കിട്ടും. എൻ്റെ പൊന്നോ, ഇങ്ങോട്ട് കടക്കുമ്പോഴേക്കില്ലേ നമ്മളെ പകുതി രോഗം പോയാലേ മൊത്തത്തിലൊരു ആയുർവേദിക് മയം, ആ ഒരു സ്മെല്ലും എന്താ പറയാ, ഇങ്ങനൊരു വീട്ടിൽ വേണം താമസിക്കാൻ ആലോചിക്കും. നല്ലൊരു തണുപ്പും വേറെ ലെവലാണ് നമ്മളവിടെ ചെല്ലുമ്പോഴേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങോട്ട് വന്നത് തന്നെ ഇഷ്ടമാണ്. ട്രീറ്റ്മെന്റിനേക്കാളും നമുക്ക് ഈ ഒരു പടി കടക്കുമ്പോൾ തന്നെ ഭയങ്കര നീറ്റാണ്. ഭയങ്കര നീറ്റ് എന്ന് പറഞ്ഞാൽ പ്രീമിയം എക്സ്ട്രീം എന്നൊക്കെ പല പല വീടുകൾ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതുപോലെ നീറ്റായിട്ട് വെച്ചിരിക്കുന്ന സ്ഥലമാണ്. നമ്മൾ ഓരോ തവണ നമ്മളുടെ ഒരു ഒഴിച്ചിൽ കഴിയുമ്പോഴും അവരവിടെ നീറ്റാക്കി ഇടണം കാണുമ്പോഴേക്കും ഞാൻ അന്തം വിട്ട് നിന്നിട്ട്. ഇവിടുത്തെ ഓരോ സാധനങ്ങൾ കാണാനും ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ കയറി കാണാം കേട്ടോ. മേളിലൊക്കെ ഉണ്ടാവും. അവിടെ ഡോക്ടേഴ്സൊക്കെ ഇരിക്കുന്ന സ്ഥലമൊക്കെയാണ്. അപ്പോൾ എനിക്ക് ഒഴിച്ചിലും ധാരയുമാണ് ഈ പ്രാവശ്യം. കിഴിയല്ല, ധാരയും ഒഴിച്ചിലുമാണ്. അത് ചെയ്ത് ഏകദേശം ഒരു 1.25 മണിക്കൂറുണ്ട്. അത് ചെയ്ത് കഴിയുമ്പോൾ ഒരു ചുക്ക് കാപ്പി ഉണ്ട്. എൻ്റെ പൊന്നോ, അതും കൂടി കുടിച്ച് കഴിയുമ്പോഴേക്കുണ്ടല്ലോ വേറെ ലെവലാണ് മക്കളെ, വേറെ ലെവൽ. എന്തൊരാശ്വാസമാണെന്നറിയോ.
ആദ്യത്തെ ദിവസത്തെ പരിപാടിയും കഴിഞ്ഞിറങ്ങുവാണ്. ഞാൻ ഈ തോർത്തും കിട്ടിയാണ് കേട്ടോ വീട്ടിലോട്ട് പോകാറുള്ളത്. കാരണം എൻ്റെ മുടി പെട്ടെന്ന് ഉണങ്ങൂല. അപ്പം ഈ തോർത്തും കിട്ടി അങ്ങ് വീട്ടിലേക്ക് പോകും. അപ്പം എനിക്ക് ഈ തോർത്തിനൊക്കെ അവർ പൈസ മേടിക്കുന്നു ഇല്ലട്ടാ, അങ്ങനെയൊന്നും ഇല്ലട്ടാ. അപ്പം ഇനി അടുത്ത ദിവസം പോയിട്ട് ബാക്കി കുറച്ച് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇന്നിപ്പോൾ തുടക്കമല്ലേ, അതുകൊണ്ട് ഞാൻ അങ്ങനെ മസാജിൻ്റെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചെയ്തത് കഴിഞ്ഞ വർഷം കാണാത്തവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ആഡ് ചെയ്തേക്കാം കേട്ടോ. ഈ വീഡിയോയുടെ അവസാനം ഞാൻ എത്ര ബില്ലായി, ഇത് പ്രൊമോഷൻ അല്ല എന്നൊക്കെ നിങ്ങളെ ബോധ്യപ്പെടുത്തണമല്ലോ. അവസാനത്തെ ബില്ല് ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം. ഇത് ഞാനേ കഴിഞ്ഞ വർഷം ചെയ്തതിൻ്റെ കുറച്ച് ക്ലിപ്സ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തെന്നുള്ളൂ. കാരണം ഈ പ്രാവശ്യം എനിക്ക് അധികം വീഡിയോസിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല, അതുപോലെ ബോഡി പെയിൻ ആയിട്ടാണ് പോയത്. ഇത് അവിടുത്തെ റൂമാണ് കേട്ടോ, ഞാൻ ലൈറ്റ് ഇട്ട് എടുത്തു എന്നുള്ളൂ. ഇതുപോലെ ഒരു ഡ്രസ്സ് തരും നമുക്ക്, അത് ലാസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ ഒരു ഉരിക്കളയോട്ടാ. എനിക്ക് കാലിന് വയ്യാതായപ്പോൾ ഇങ്ങനെ കെട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ 5 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോഴേക്കില്ലേ കാലിൻ്റെ അടിയിൽ ആ കാൽസ്യം ഫോം ചെയ്യണ പരിപാടി ഒക്കെ പോയി. തല നമുക്ക് ഇങ്ങനെ, എനിക്ക് നെറുകയിൽ ഓയിൽ വെക്കില്ലായിരുന്നു, കാരണം വെളിച്ചെണ്ണ എനിക്ക് പറ്റത്തില്ല. നെറുകയിൽ തലനീര് ഇറങ്ങണോണ്ട് പുറമേ എണ്ണ ഇട്ടിട്ട് നന്നായിട്ട് മസാജ് ചെയ്യും. തല മസാജ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ പൊന്നോ, ഇങ്ങനെ ലൈറ്റ് ഇട്ടൊന്നും അല്ലട്ടെ. ഞാനിത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം ഞാനിങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് കുറച്ച് സമയം അധികമായി. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ മുഴുകി നിൽക്കാൻ പറ്റത്തില്ല. അവിടെ ഒരു സ്റ്റാഫ് നമുക്ക് എടുത്ത് തരാൻ വേണ്ടി നിൽക്കേണ്ടി വരും. പിന്നെ ഇവിടത്തെ കൈ ഓടിക്കൽ, ഈ കൈ ഓടിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമുക്ക് ഇവിടെയൊക്കെ ദൈവമേ വേദന ഉണ്ടായിരുന്നോ? സ്ത്രീകൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ, നിങ്ങൾക്ക് ഇവിടെ വേദന ഇല്ലാത്ത സ്ത്രീകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. കാരണം അതുപോലെ നല്ല അടിപൊളി ട്രീറ്റ്മെന്റ് ആയിരുന്നു. കിഴിയായിരുന്നു അന്ന് എനിക്ക് ചെയ്തത്. ഫേസിലാണെങ്കിലും ഫേസ് എനിക്ക് ഓയിൽ മസാജ് പറ്റില്ലായിരുന്നു, അപ്പോൾ അലോവേര വെച്ചിട്ടായിരുന്നു മസാജ് ചെയ്തത്. കാരണം ഓയിൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് പിമ്പിൾസ് വരും. അപ്പോൾ നിങ്ങൾ അതൊക്കെ പറയണം കേട്ടോ. പിന്നെ ഫുൾ ബോഡി നിങ്ങൾ പേടിക്കണ്ട, ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ടൊന്നല്ല, ഒരു വിളക്കിൻ്റെ അരണ്ട വെളിച്ചത്തിലാണ്. അത് ഞാൻ ഈ പ്രാവശ്യം എടുത്തതിൽ ഞാൻ അത് ആഡ് ചെയ്യാം. കാരണം മറ്റുള്ള കണ്ടന്റുകളൊന്നും ഞാൻ ആഡ് ചെയ്യാത്തത്, വീഡിയോസ് ആഡ് ചെയ്യാത്തത് ഈ പ്രാവശ്യം എനിക്ക് നല്ല വേദനയായിട്ട് പോയത്. അപ്പം ഇതിൽ തന്നെ മുഴുകി നിൽക്കണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നോ, നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ ഇങ്ങനെ ഒരു പിടുത്തം പിടിച്ചു കഴിഞ്ഞാലുള്ള ഒരു ഇത്. പിന്നെയെന്ന് വെച്ചാൽ ഇതിലാണ് സ്റ്റീം ബാത്ത് ചെയ്യുന്നത്. ഇത് ഞാൻ ലാസ്റ്റ് ഡേ സ്റ്റീം ബാത്ത് ചെയ്തതാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ സ്റ്റീം ബാത്ത് ചെയ്യുന്നില്ല. പിന്നെ ലാസ്റ്റ് ഞാനൊരു മൊത്തത്തിലൊരു ബോഡിക്ക് ഫേസിനുള്ളതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതുപോലെ നല്ല പുകയൊക്കെ ഇട്ട് വേറെ ലെവലാടാ, വേറെ ലെവല്. നിങ്ങൾ ഒരു ദിവസമെങ്കിലും നിങ്ങളൊന്ന് പോയി നോക്കട്ടെ. അന്നാമ്മ പറയുമായിരുന്നു ഇത് നമ്മുടെ മണിച്ചിത്രത്താഴിലെ വീട് പോലെ ഉണ്ടെന്ന്. ഇതിൻ്റെ ആ റൂം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു വിളക്കിൻ്റെ വെളിച്ചം മാത്രമേ ഉണ്ടാവുള്ളൂ. അത്രയ്ക്ക് സേഫാണ് സ്ത്രീകൾക്ക് കേട്ടോ. എനിക്ക് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും പീരീഡ്സ് ആയായിരുന്നു. അപ്പോൾ 2 ദിവസത്തെ ബ്രേക്കിന് ശേഷമാണ് ഇനി ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുന്നത് കേട്ടോ. 2ാം ദിവസം അന്നമ്മനെയും കൊണ്ടാണ് പോയത്, വിത്ത് 2ാമത്തെ തോർത്ത്. ഇങ്ങനെയാണ് ഞാൻ വീട്ടിലോട്ട് പോണത്. കുട്ടികളെയൊക്കെ കൊണ്ടുവരാട്ടാ, നമുക്കിപ്പോൾ വീട്ടിലാരും ഇല്ല, കൊച്ചിനെ നോക്കാന്ന് പറഞ്ഞാൽ അവരവിടെ സേഫായിട്ടിരുന്നോളും, ഒരു പ്രശ്നമില്ല. എനിക്ക് പീരീഡ്സ് ഭയങ്കര ഡിസോർഡർ ആയിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് പീരീഡ്സ് കഴിഞ്ഞിട്ട് ഞാൻ ട്രീറ്റ്മെന്റ് തുടങ്ങിയെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഓയിൽ മസാജ് എല്ലാം കൂടി വന്നപ്പോൾ ചെറുതായിട്ട് ബ്ലഡ് കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് 2 ദിവസം ബ്രേക്ക് എടുത്തിട്ട് ഈ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാതെ 2 ദിവസം എടുത്ത ട്രീറ്റ്മെന്റിന്റെ ബില്ല് ഞാൻ ക്ലിയർ ചെയ്തു. അതിന്റെ സ്ക്രീൻഷോട്ട് അവിടുത്തെ കോൺടാക്ട് ഡീറ്റെയിൽ ഇട്ടേക്കാം. നിങ്ങൾ അവിടെ വിളിച്ചിട്ട് പോകണം.